ബംഗ്ലാദേശിലെ ഹൈന്ദവ സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളുന്നത് ഇത് മൂന്നാം തവണയാണ്. ചിറ്റോം ഹൈക്കോടതി ജാമ്യാപേക്ഷയാണ് തള്ളിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കോടതി പരിസരത്ത് ഉണ്ടായത്. ബംഗ്ലാദേശ് പതാകയോട് അനാദരവ് കാട്ടിയെന്ന് ആരോപിച്ചാണ് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ രാജ്യവിരുദ്ധ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇന്ന് കേസ് പരിഗണിച്ച ചിറ്റഗോങ് ഹൈക്കോടതി ജാമ്യാപേക്ഷ വീണ്ടും തള്ളി. 39 ദിവസമായി ജയിലിൽ തുടരുന്ന കൃഷ്ണദാസ് പ്രഭുവിന്റെ മോചനം വൈകും എന്ന സന്ദേശമാണ് ഇന്നത്തെ കോടതി വിധി നൽകുന്നത്. ഇസ്ലാമിസ്റ്റുകളുടെ നിർദ്ദേശാനുസരണം കോടതി തുടർച്ചയായി ജാമ്യം നിഷേധിക്കുന്നുവെന്ന വിമർശനം ശക്തം. കോടതിക്ക് പുറത്ത് ന്യൂനപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു. 63-കാരനായ കൃഷ്ണദാസ് പ്രഭുവിന്റെ ആരോഗ്യനില ജയിലിൽ മോശമാകുന്നുവെന്ന വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണമോ മരുന്നോ ജയിലിൽ ലഭിക്കാറില്ലെന്ന് അഭിഭാഷകർ പറഞ്ഞു. അതേസമയം കോടതി വിധി ദുഃഖകരമെന്ന് കൊൽക്കത്ത ഇസ്കോൺ ഉപാധ്യക്ഷൻ രാധാരമൺ ദാസ് പ്രതികരിച്ചു. സന്യാസിമാർക്ക് നീതി ലഭിക്കാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇനിയെങ്കിലും ഇടപെടണമെന്ന് इस्कॉन आवश्यकപ്പെട്ടു. ये बहुत दुखद खबर है. हम जानते हैं कि पूरे विश्व की नजर इस हियरिंग पर थी और सभी लोग आशा कर रहे थे कि 9 वर्ष में चिन्मय कृष्ण प्रभु को मुक्ति मिलेगी, वो आजाद होंगे. लेकिन 42 दिन के बाद भी जब ये आज हियरिंग हुई तो उनके बेल को रिजेक्ट कर दिया गया. കഴിഞ്ഞ നവംബർ 25-ന് ചിറ്റഗോങ്ങിലെ വിമാനത്താവളത്തിൽ നിന്നാണ് ആചാര്യ കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത മറ്റ് ഇസ്കോൺ സന്യാസിമാരും ജാമ്യം ലഭിക്കാതെ തടവിൽ തുടരുകയാണ്. ജനം, ഡൽഹി.